ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ 12ാമത്തെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്, എന്തൊക്കെയാണ് ഇതിലെ ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, given below is an excerpt from the local history prepared by Anu in the local history writing competition. അപ്പോൾ അനു എഴുതിയിട്ടുള്ള ഒരു ലോക്കൽ ഹിസ്റ്ററിയുടെ ഒരു പാരഗ്രാഫ് പോലെയാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ചു നോക്കുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ കാര്യങ്ങളൊക്കെ വായിച്ചു മനസ്സിലാക്കി വെക്കുക. അതിന് താഴെയുള്ള ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഹാവ് യു റീഡ് ദ റൈറ്റപ്പ് ഓൺ ദ ലോക്കൽ ഹിസ്റ്ററി ഗിവൺ എബൌട്ട്. മേലെ തന്നിട്ടുള്ള ആ ഒരു റൈറ്റപ്പ് നിങ്ങൾ വായിച്ചല്ലോ. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ സോഴ്സസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ദിസ് റൈറ്റപ്പ്. അപ്പോൾ ഈ റൈറ്റപ്പ് എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അനു ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ലിറ്റററി വർക്ക്സിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെന്താണ് റിമൈൻസ് ഓഫ് വെസൽസ്, അതർ ആർട്ടിഫാക്ട്സ്, റോമൻ കോയിൻസ്, ആൻഷ്യൻ കേവ് ടെമ്പിൾസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അതിന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെ എഴുതേണ്ടത് റിമൈൻസ് ഓഫ് വെസൽസ്, അതർ ആർട്ടിഫാക്ട്സ് എന്ന് എഴുതുക. അതുപോലെ തന്നെ റോമൻ കോയിൻസ്, ആൻഷ്യൻ കേവ് ടെമ്പിൾ, ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. History in thus the branch of study that scientifically record the past based on evidence. എന്താണ്? ഒരു എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ പാസ്റ്റിനെ ഒരു സയൻറ്റിഫിക് ആയിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സെവറൽ പീസ് ഓഫ് എവിഡൻസ് ദാറ്റ് ആർ നെസസറി ഫോർ റീകൺസ്ട്രക്റ്റിംഗ് ഹിസ്റ്ററി ഹാവ് ബീൻ ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ വേരിയസ് ഫോംസ് ബൈ ഈച്ച് പീരീഡ്. അപ്പോൾ എന്താണ് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത്? അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ എവിഡൻസ് നമുക്ക് ആവശ്യമാണ് അല്ലേ? ഓരോ പീരീഡിൻ്റെയും ഓരോ എവിഡൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് ദീസ് പീസ് ഓഫ് എവിഡൻസ് ഫോർ സയൻറ്റിഫിക് അനലൈസിസ് ആൻഡ് ഡോക്യുമെൻറ്റിംഗ് ദ പാസ്റ്റ്. അപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് അതിനെ സയൻറ്റിഫിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു പാസ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ യു ഹാവ് ഡിസ്കസ്ഡ് ദ വാസ്റ്റ് മുഗൾ ആൻഡ് വിജയനഗര എംപയേഴ്സ് ആൻഡ് ദെയർ റൂളേഴ്സ് ഇൻ മിഡീവൽ ഇന്ത്യ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, മിഡീവൽ ഇന്ത്യ എന്നുള്ള പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിലനിന്നിരുന്ന മുഗൾ ആൻഡ് വിജയനഗര എംപയേഴ്സിനെ കുറിച്ചിട്ടും അവരുടെ റൂളേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അൺലൈക്ക് ദ ഹിസ്റ്ററി ഓഫ് സച്ച് വാസ്റ്റ് എംപയേഴ്സ് ആൻഡ് കിങ്സ്, ലോക്കൽ ഹിസ്റ്ററി ഈസ് ദ മിനിറ്റ് ആൻഡ് എ കോംപ്രിഹെൻസീവ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് എ സ്മോൾ ജോഗ്രഫിക്കൽ റീജിയൻ, എ പേഴ്സൺ ഓർ ആൻ ഇവൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ വിശാലമായിട്ടുള്ള ഒരു കൺട്രിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു എംപയേഴ്സിനെ കുറിച്ചിട്ടോ നമ്മൾ പഠിക്കുമ്പോൾ അതെന്താണ്? ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ ഒരു പേഴ്സൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിൻ്റെയോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹിസ്റ്ററി എന്താണ്, ലോക്കൽ ഹിസ്റ്ററി എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് ദ ഹിസ്റ്ററി ഓഫ് എ വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ കൺട്രി. ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു എന്താണ് സ്ഥലത്തിൻ്റെയോ അതിൻ്റെ വാസ്റ്റ് റീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് യൂസിങ് റിട്ടൺ ഡോക്യുമെന്റ്സ്, ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിമൈൻഡ്സ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് റിട്ടൺ ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉപയോഗിക്കാറുണ്ട്, ഹിസ്റ്റോറിക്കൽ റിമൈൻഡ്സ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. Assesses past events, cultures and societies with a broad perspectives. അതുപോലെ തന്നെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഇവൻസിനെ കുറിച്ചിട്ട്, കൾച്ചേഴ്സിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ അവിടുത്തെ സൊസൈറ്റീസിനെ കുറിച്ചിട്ട്, ഇതൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കും? അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബ്രോഡായിട്ടുള്ള പെർസ്പെക്റ്റീവ് ആയിരിക്കണം ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി ലോക്കൽ ഹിസ്റ്ററി എന്താണെന്നാണ് പറയുന്നത്? എ മിനിറ്റ് ലെവൽ ഓഫ് എൻക്വയറി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് എ സ്മോൾ റീജിയൻ സബ്ജക്ട് ടു ഇവൻറ്റ്സ് അപ്പാർട്ട് ഫ്രം വേൾഡ് ഹിസ്റ്ററി, ദ ഹിസ്റ്ററി ഓഫ് എ നാഷൻ ഓർ എ പ്രൊവിൻസ്. എന്താണ് ഇവിടെ വേൾഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു പ്രൊവിൻസിൻ്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ
ഒരു നാഷൻ്റെ ഹിസ്റ്ററി, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെയോ ഒരു ഇൻസിഡൻസിൻ്റെയോ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു എൻക്വയറി നടത്തുകയാണ് ചെയ്യുന്നത്. ലോക്കൽ ഫെസ്റ്റിവൽസ്, ക്വസ്റ്റ്യൻസ്, കസ്റ്റംസ്, ട്രഡീഷൻസ് ആൻഡ് ഓറൽ ട്രഡീഷൻസ് ബിക്കം എ പാർട്ട് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും എന്തൊക്കെയാണുള്ളത്, ലോക്കൽ ഇവൻറ്റ്സ് നോക്കാറുണ്ട്, ഫെസ്റ്റിവൽസ് നോക്കാറുണ്ട്, അവിടുത്തെ ക്വസ്റ്റ്യൻസ്, അവിടുത്തെ രുചിയെ കുറിച്ചിട്ട് നോക്കാറുണ്ട്, അവിടുത്തെ കസ്റ്റംസ്, ട്രഡീഷൻ, ഓറൽ ട്രഡീഷൻ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഹിസ്റ്ററിയിൽ ഉണ്ടായിരിക്കുക. ബൈ ദ democratization history, due representation is given to regions, peoples and events that have been left out of mainstream history. അതുപോലെ തന്നെ ഹിസ്റ്ററിയെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡെമോക്രാറ്റിക് ആക്കിയിട്ട് അതിനെ അവിടുത്തെ പ്രദേശങ്ങൾക്കും അവിടുത്തെ ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുണ്ടാക്കുന്നതാണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്താണ് ഹിസ്റ്ററി എന്നും എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്നുമാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയത്. കണ്ടക്ട് എ പാനൽ ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് ഹിസ്റ്ററി ആൻഡ് ലോക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ ഫൈൻഡിങ് മോർ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണ്, ഒരു പാനൽ ഡിസ്കഷൻ നടത്താനാണ് ഈ ഒരു പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് എന്താണ് ഹിസ്റ്ററി, എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്നതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ നടത്തേണ്ടത്. നെക്സ്റ്റ് വൺ, സോഴ്സസ് ഓഫ് ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. യു ഹാവ് സീൻ ദാറ്റ് ഹിസ്റ്ററി ഈസ് റിട്ടൺ ബേസ്ഡ് ഓൺ വേരിയസ് പീസ് ഓഫ് എവിഡൻസ്. നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് വേരിയസ് പീസ് ഓഫ് എവിഡൻസിനെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത്. എനിത്തിങ് ദാറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ക്യാൻ ബി കോൾഡ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ സോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനി ഒബ്ജക്ട് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഗിവിംഗ് അസ് വാലിഡ് ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് പീരീഡ് ഈസ് എ സോഴ്സ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി. അതുമാത്രമല്ല, ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അത് ഏതൊരു വസ്തുവും കിട്ടുന്നത്, ഏതൊരു വസ്തുവിൽ നിന്നാണോ അല്ലെങ്കിൽ വേറെ എന്തിൽ നിന്നാണോ കിട്ടുന്നത് അതിനെ നമ്മൾ എന്ത് പറയും, നമ്മുടെ സോഴ്സ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി എന്ന് പറയാറുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ മെയിൻ സോഴ്സ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററി എഴുതാൻ വേണ്ടിയിട്ടുള്ള മെയിൻ സോഴ്സ് ഓഫ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ആർക്കിയോളജിക്കൽ റിമൈൻസ് ആണ്, മറ്റൊന്ന് മോണിമെന്റ്സ്, ലിറ്റററി വർക്ക്സ്, ട്രാവലോഗ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്. ഇതിനൊക്കെയാണ് നമ്മൾ സോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കിയോളജിക്കൽ സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. ആർക്കിയോളജിക്കൽ സോഴ്സസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ എവിഡൻസ് അബൌട്ട് ലൈഫ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ദേ വേർ മെയ്ഡ്. അപ്പോൾ ആ സമയത്ത് ആളുകൾ നിർമ്മിച്ചിട്ടുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസോ അതൊക്കെയാണ് നമ്മളിവിടെ എന്തുദ്ദേശിക്കുന്നത്, ആർക്കിയോളജിക്കൽ സോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് ലിത്തിക് മോണ്യുമെന്റ്സ്, കേവ്സ്, ആൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻസ്, പ്ലേസസ്, കോയിൻസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന ആർക്കിയോളജിക്കൽ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ലിത്തിക് മോണ്യുമെന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശിലാസ്മാരകങ്ങളാണ്. എവറി സ്റ്റോൺ ദാറ്റ് വി സീ അറൗണ്ട് അസ് ഹാസ് എ ഹിസ്റ്ററി ടു ടെൽ. ഇതാണ് നമുക്ക് ചുറ്റും ഓരോ കല്ല് കാണുന്നതും ആ കല്ലിനൊക്കെ ഓരോ ഹിസ്റ്ററി പറയാനുണ്ടാവും. അവർ ആൻസൈറ്റേഴ്സ് ഹാവ് ലെഫ്റ്റ് ഹിയർ ദ റിമൈൻസ് ഓഫ് മെനി മോണ്യുമെന്റ്സ് മെയ്ഡ് ഓഫ് ലാർജ് സ്റ്റോൺസ്. അപ്പോൾ വലിയ കല്ലുകൊണ്ട് അവർ ഒരുപാട് എവിഡൻസ് അല്ലെങ്കിൽ ഒരുപാട് മോണ്യുമെന്റ്സ് അവരിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ പൂർവികർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ കുടക്കല്ലാണ്, ദെൻ തൊപ്പിക്കല്ല്, ദെൻ മുനിയറ. These lithic monuments are historical remains found out from different parts of Kerala. അപ്പോൾ കേരളത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള മോണ്യുമെന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. As these were built with huge stones, they are known as മെഗാലിത്തിക് മോണ്യുമെന്റ്സ്. അപ്പോൾ എന്താണ്, വലിയ വലിയ സ്റ്റോൺസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തും കൂടെ പറയുന്നുണ്ട്, നമ്മൾ മെഗാലിത്തിക് മോണ്യുമെന്റ്സ് എന്നും കൂടെ പറയുന്നുണ്ട്. ദീസ് മോണ്യുമെന്റ്സ് ബിൽഡ് ബൈ അവർ ആൻസൈറ്റേഴ്സ് ടെൽ എ ലോട്ട് ടു അസ് അബൌട്ട് ആൻഷ്യന്റ് ടൈംസ്. അപ്പോൾ ഈ ഒരു ഓരോ സ്റ്റോണിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോണ്യുമെന്റ്സിലൊക്കെ എന്താണ്, അവരുടെ ഹിസ്റ്ററിയാണ് അവർ പറയുന്നത്. അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പൂർവികർ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. The remains of these lithic monuments were found at Marayur in Idukki district, Chiramanengad in Thrissur and Tavanur in Malappuram district. These were used to bury the mortal remains of our ancestors. അപ്പോൾ എന്താണ്, നമ്മുടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂരിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മോണ്യുമെന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇതെന്താണ്, നമ്മുടെ ആൻസൈറ്റേഴ്സ് എങ്ങനെയാണ് അവരുടെ
ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ എങ്ങനെയാണ് അടക്കം ചെയ്തിരുന്നത് എന്നതാണ് ഇതിലൂടെ കാണുന്നത്. ഇനി അടുത്ത് നന്നങ്ങാടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. നന്നങ്ങാടീസ് ആർ ലാർജ് ക്ലേ urns used in the megalithic period for burying dead bodies. In these big earthen jars mortal remains were buried and covered under soil. അപ്പോൾ ഇതെന്താണ്, മെഗാലിത്തിക് ഏജിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പീരീഡിൽ ഉണ്ടായിരുന്ന ഒന്നാണ്. ഇത് ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഒരു ഭരണിയായിട്ടാണ് ഇത് പറയുന്നത്. ഒരു പോട്ടാണ് ഈ നന്നങ്ങാടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്ന് നമ്മൾ പറഞ്ഞു അടുത്ത ആർക്കിയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് കേവ്സ് ആണ് അല്ലേ. കേവ്സ് ത്രൂ ലൈറ്റ് ഓൺ ദ ആൻഷ്യൻ ഹിസ്റ്ററി ഓഫ് കേരള. അപ്പോൾ കേരളത്തിലെ ആൻഷ്യൻ ഹിസ്റ്ററിയെ കുറിച്ച് മനസ്സിലാക്കുന്ന വെളിച്ചം വീശുന്ന മറ്റൊന്നാണ് കേവ്സ് എന്ന് പറയുന്നത്. ഇൻ ദീസ് നാച്ചുറൽ കേവ്സ് പിക്ചേഴ്സ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ് ദാറ്റ് റെഫർ ടു ഹ്യൂമൻ ലൈഫ് ഇൻ ദ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആർ ഇൻസ്ക്രിപ്റ്റഡ്. അപ്പം എന്താണ്, ഇത്തരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് കേവ്സ് ഉണ്ട്. ഇത്തരം കേവ്സിലൊക്കെ അന്നത്തെ മനുഷ്യരുടെ ജീവിതത്തെ സൂചിപ്പിക്കുന്ന പിക്ചേഴ്സ് ആയിട്ടും അതുപോലെ ഇൻസ്ക്രിപ്ഷൻസ് ആയിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാനുണ്ട്. ദെൻ some important caves are situated at Edakal, Marayur, Ankode and Thenmala and Kottukal. എന്താണ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഗുഹകൾ കേവ്സ് എന്ന് പറയുന്നത്. ഒന്ന് എടക്കൽ, മറയൂര്, ആങ്കോട്, തെന്മല, കോട്ടുക്കൽ എന്നൊക്കെ പറയുന്നതാണ്. Then the Archaeological Survey of India and the Department of Archaeology, Government of Kerala protect the ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ്. അപ്പോൾ ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജിയും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് കേരളയുമാണ് ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. Then next one, എടക്കൽ കേവിനെ കുറിച്ചാണ് പറയുന്നത്. എടക്കൽ കേവ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കേവ്സ് ഇൻ കേരള യൂസ്ഡ് ബൈ അവർ ancestors. It is located 10 kilometers away from Sultan Bathery in Wayanad district. The pictures inscribed on the wall of this cave give information about human beings in the സ്റ്റോൺ ഏജ് ഇൻ ദെയർ ലൈഫ്. അപ്പോൾ എന്താണ്, പണ്ട് ആൻഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കേവ്സ് എന്ന് പറയുന്നത് ഈ എടക്കൽ കേവ് ആണ്. ഇതുള്ളത് എന്താണ്, വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെയാണ് ഇതുള്ളത്. അതിൻ്റെ വാളിലൊക്കെ എന്താണ് ഇങ്ങനെ ഓരോന്നൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും അന്നത്തെ മനുഷ്യരെ കുറിച്ചിട്ടും അവരുടെ ജീവിതത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഡു ലിത്തിക് മോണുമെന്റ്സ് എക്സിസ്റ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി? പ്രിപ്പയർ എ റൈറ്റപ്പ് അബൌട്ട് എ ലിത്തിക് മോണുമെന്റ്സ് യു നോ. അപ്പം നിങ്ങളുടെ പ്രദേശത്തും ഇത്തരത്തിലുള്ള എന്തെങ്കിലും മോണുമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഒരു റൈറ്റപ്പ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ആൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. പുരാലിഖിതങ്ങളാണ്. ഇൻസ്ക്രിപ്ഷൻസ് ആർ മെസ്സേജ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫോംസ് ഓഫ് ഡ്രോയിങ് ഓർ engravings on a surface. They are inscribed on different types of surfaces. അപ്പോൾ എന്താണ്, ഒരു സർഫേസിൽ വരച്ചതോ അല്ലെങ്കിൽ കൊത്തിവെച്ചതോ ആയിട്ടുള്ള മെസ്സേജസിനെയോ അല്ലെങ്കിൽ വേർഡ്സിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സർഫേസുകളിൽ ഇത്തരത്തിലുള്ളതൊക്കെ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഒന്ന് മെറ്റൽ പ്ലേറ്റ്സ് ആണ്, മറ്റൊന്ന് സ്റ്റോൺസിലാണ്, മറ്റൊന്ന് പാം ലീവ്സിലാണ്. ഇതിലൊക്കെയാണ് പ്രധാനമായിട്ടും ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതുക അല്ലെങ്കിൽ വരയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളത്. എപ്പിഗ്രഫി എന്താണ്? എപ്പിഗ്രഫി the study of inscriptions or stones, metal plates and palm leaves is called epigraphy. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെന്താണ്, മെറ്റൽസിലും അതുപോലെ തന്നെ സ്റ്റോൺസിലും പാം ലീവ്സിലൊക്കെയാണുള്ളത്. ഇതിനെക്കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് നമ്മൾ എപ്പിഗ്രഫി എന്ന് പറയുന്നത്. Several such inscriptions have been found from different parts of Kerala. Trishinapalli inscriptions, Jewish copper plate and a Palayam copper plate are major inscriptions found in Kerala. The Kerala State Archives Department supervises the collection of conservation of ancient inscriptions in Kerala. അപ്പോൾ പ്രധാനമായിട്ടും കേരളത്തിൽ ഇത് എവിടെയൊക്കെയാണുള്ളത്? ഒന്ന് തരിശാപ്പള്ളിയിലാണ്, മറ്റൊന്ന് നമ്മുടെ ജൂസ് കോപ്പറാണ്, അതുപോലെ തന്നെ പാലിയം കോപ്പർ പ്ലേറ്റ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കേരളത്തിൽ കേരള സ്റ്റേറ്റ് ആർക്കീവ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്.
Observe the stone plaque in your school. You might have seen these type of inscriptions in public buildings and places of worship in your locality. What information can be obtained from such stone slabs and help to write the history of that institutions? അപ്പോൾ നിങ്ങളുടെ സ്കൂളിലോ അതുപോലെ തന്നെ നിങ്ങളുടെ സമീപത്തുള്ള ഏതെങ്കിലുമൊക്കെ പബ്ലിക് ബിൽഡിങ്സിലൊക്കെ ഇതേപോലത്തിലുള്ള എന്തായാലും ഒരു സ്റ്റോൺ പ്ലാക്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കുക, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ഫോർട്ട്സ് ആൻഡ് പാലസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഫോർട്ട്സ് ദാറ്റ് were built for the security of the country, military purposes and trade can be used as sources of writing history. Forts give us information on the different phases of Kerala and its rulers. അപ്പോൾ എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മിലിറ്ററി പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ ട്രേഡിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഫോർട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി എഴുതുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഫോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ വ്യത്യസ്ത പീരീഡിലുണ്ടായിരുന്ന റൂളേഴ്സിനെ കുറിച്ചിട്ടും അവരുണ്ടാക്കിയ കോട്ടകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട് ആൻഡ് അച്ചുതെങ്ങ് ഫോർട്ട് ആർ ദ മേജർ ഫോർട്ട്സ് ഇൻ കേരള. ആർ ദെയർ ഫെമിലിയർ ഫോർട്ട്സ് ഇൻ യുവർ ലൊക്കാലിറ്റി? അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കേരളത്തിലുള്ള ഫോർട്ട്സ് എന്ന് പറയുന്നത്. ഒന്ന് കണ്ണൂർ, മറ്റൊന്ന് ബേക്കൽ, പാലക്കാട്, അച്ചുതെങ്ങ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഫോർട്ട്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Like forts, palaces are also have a historical importance. The names of some important palaces in Kerala are given below. Expand the list by including the names of palaces you know. അപ്പോൾ എന്താണ്, ഈ ഫോർട്ട്സിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് പാലസ് എന്ന് പറയുന്നത്, കൊട്ടാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കൊട്ടാരങ്ങളുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടെ എഴുതി കൊടുക്കാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് കൂട്ടുകാരെ ഇവിടെ തന്നിട്ടുള്ളത്? പത്മനാഭപുരം പാലസ്, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ പാലസ്, അറക്കൽ പാലസ്, കൃഷ്ണപുരം പാലസ്, പിന്നെന്ത് കൊടുക്കാം, കോയിക്കൽ പാലസ്, പൂഞ്ചാർ പാലസ്, തേവള്ളി പാലസ്. ഓക്കെ, ഇത്തരത്തിൽ ഒരുപാട് പാലസുകളുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും 2-3 അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് അവിടെ ബേക്കൽ ഫോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ബേക്കൽ ഫോർട്ട്, ദ ബിഗ്ഗസ്റ്റ് ഫോർട്ട് ഇൻ കേരള, ബിൽഡ് ഇൻ 17th century, is situated in Palikara village in Kasaragod district. There are armories, latches, windows and that open to the sea, spaces to encounter the enemies who approach from the sea, secret cellars, hideouts and a water reservoirs in the fort. അപ്പോൾ എന്തൊക്കെയാണ് ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത്? 17th century നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കോട്ടയാണ്. അതുള്ളത് കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര എന്നുള്ള വില്ലേജിലാണ്. ഈ കോട്ടക്കുള്ളിൽ എന്തൊക്കെയുണ്ട്? ആയുധങ്ങളുടെ പുരയുണ്ട്, കടലിലേക്ക് തുറന്നിരിക്കുന്ന ഒരു കിളിവാതിലുകളുണ്ട്, കടലിൽ നിന്ന് വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ചെറിയ ചെറിയ സ്പേസസ് ഉണ്ട്, അതുപോലെ തന്നെ രഹസ്യമായിട്ടുള്ള അറകളുണ്ട്, ഒളിത്താവളങ്ങളുണ്ട്, ജലസംഭരണിയുണ്ട്. ഇതെല്ലാം ഉള്ളതാണ് ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത്. Then there may be forts and palaces in your district to prepare a short description on them. അപ്പോൾ നിങ്ങളുടെ ജില്ലയിലും ഇതേപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ഫോർട്ട്സോ അല്ലെങ്കിൽ പാലസോ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോയിൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, coins are important source of history. They give us information on the economic, political and cultural history of the period in which they were used. The study of coins is called a numismatics. എന്നാണ് കോയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അത് നിർമ്മിക്കപ്പെട്ട ആ പീരീഡിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവിടുത്തെ എക്കണോമിക് ആയിട്ടും പൊളിറ്റിക്കലായിട്ടും കൾച്ചറലായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അതിൽ നിന്നും കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ കോയിൻസിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ആ ഒരു സ്റ്റഡീനെ പറയുന്നതാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. The picture of coins that were found from different parts of Kerala are given below. അപ്പോൾ താഴെ എന്തുണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്നും ലഭിച്ച കുറച്ച് കോയിൻസിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. They are known as the name of കസു, അച്ചു, പണം, അനന്തരായൻ, ദെൻ അനന്തരായൻ, പണം. എങ്ങനെയൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്? കസു, അതുപോലെ കാശു, അച്ച്, പണം, അനന്തരായൻ പണം എന്നൊക്കെ പേരിൽ, സുൽത്താൻ കാശി എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. Then what can we learn from these coins issued at different times? അപ്പോൾ ഈ കോയിൻസിൽ നിന്നൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? The period in which the coins was made, എപ്പോഴാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്? The authorities who made the coins and released them, ഇത് ഏത് അതോറിറ്റിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്? പിന്നെ എന്താ അറിയാൻ പറ്റും? The method by which the coin was made,
പിന്നെയോ ദ മെറ്റൽ യൂസ്ഡ് ടു മേക്ക് ദ കോയിൻസ്, ഇത് ഏത് മെറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തത് വീരരായൻ പണം എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് വീരരായൻ പണം എന്നുള്ളത് കൂട്ടുകാരൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. കണ്ടക്ട് എ സെമിനാർ ഇൻ ദ ക്ലാസ് ഓൺ ദ ടോപ്പിക് ആർക്കിയോളജിക്കൽ സോഴ്സസ്. അപ്പോൾ ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്നുള്ള സബ്ജക്റ്റിൽ നിങ്ങളടുത്ത് ഒരു സെമിനാർ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആർക്കിയോളജിക്കൽ സോഴ്സസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് കൂട്ടുകാർ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ദീസ് ആർ സോഴ്സസ് ദാറ്റ് ലേർഡ് അസ് ടു ദ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് എ റീജിയൻ. ഒരു റീജിയനിലെ എക്കണോമിക് ആയിട്ടും കൾച്ചറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നയിക്കുന്ന ഒന്നാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ളത് ഒന്ന് തളി ടെമ്പിൾ ആണ്, മറ്റൊന്ന് മിഷ്കാൽ മോസ്ക് ആണ്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ദേവമാത കത്തീഡ്രൽ ആണ്, സീ ബ്രിഡ്ജ് ആണ്. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ദീസ് ആർ ദ പിക്ചേഴ്സ് ഓഫ് സം ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് ഓഫ് കാലിക്കറ്റ്. അപ്പോൾ കാലിക്കറ്റിലെ ചില ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതൊക്കെ കാലിക്കറ്റിലുള്ളതാണ്. ദ ഫേമസ് സ്കോളാസ്റ്റിക് അസംബ്ലി നെയ്മഡ് എ രേവതി പട്ടത്താനം ഡ്യൂറിംഗ് ദ റീജിയൻ ഓഫ് എ ജമോറിൻ വാസ് കണ്ടക്റ്റഡ് അറ്റ് ദ തളി ടെമ്പിൾ. അപ്പം എന്താണ് നമ്മുടെ സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് ഈ ഒരു തളി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു. ദ മിഷ്കാൽ മോസ്ക് വാസ് ദ മേജർ വാർ സ്പോട്ട് ഓഫ് ദ ജമോറിയൻ അഗെയിൻസ്റ്റ് ദ പോർച്ചുഗീസ്. അതുപോലെ തന്നെ നമ്മുടെ സാമൂതിരിയും പോർച്ചുഗീസും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ അല്ലെ, അവരുടെ വാറൊക്കെ നടക്കുമ്പോൾ അന്ന് ഈ ഒരു മിഷ്കാൽ പള്ളിയായിരുന്നു അതിൻ്റെ യുദ്ധത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ദ ദേവമാത കത്തീഡ്രൽ ബിൽഡ് ഇൻ 1513 ഈസ് എ മെമ്മോറിയൽ ഓഫ് പോർച്ചുഗീസ് പ്രസൻസ്. Sea Bridge are proof of the trade relations that Calicut had with a foreign centers. അതുപോലെ തന്നെ കോഴിക്കോട് പോർച്ചുഗീസിന്റെ സാന്നിധ്യത്തിന്റെ സ്മാരകമാണ് 1513 പണിത ഈ ദേവമാത കത്തീഡ്രൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കടൽ പാലങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്നതിനുള്ള തെളിവും കൂടിയാണ്. Thus we can see several monuments of all over Kerala. Each of such monuments will tell us the history of the past. അതുപോലെ കേരളത്തിൽ ഒരുപാട് മോണുമെന്റ്സ് ഉണ്ട്. അതൊക്കെ എന്താണ് നമ്മളടുത്ത് ഓരോ ഹിസ്റ്ററിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് മോണുമെന്റ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ ജില്ലയിലാണെന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? കരുമാടിക്കുട്ടൻ മെമ്മോറിയൽ ആണ്. അതുള്ളത് ആലപ്പുഴയിലാണ്. ഓക്കെ. അടുത്തത് ചന്ദ്രഗിരി ഫോർട്ടാണ്. അത് കാസർഗോഡാണ്. മറ്റൊന്ന് സസ്പെൻഷൻ ബ്രിഡ്ജ് ഓഫ് പുനലൂരാണ്, തൂക്കുപാലമാണ്. അതെവിടെയാണ്? അതുള്ളത് കൊല്ലമാണ്. അടുത്തത് സയാനോഗയാണ്. അതെവിടെയാണുള്ളത്? സയാനോഗ ഉള്ളത് നമ്മുടെ എറണാകുളത്താണ്. വാഗം ട്രാജഡി മെമ്മോറിയൽ ഉള്ളത് മലപ്പുറമാണ്. ഓക്കെ. ഇനി അടുത്തത് ലിറ്റററി സോഴ്സസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ലിറ്റററി സോഴ്സസ് ആർ വൺ ഓഫ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലിറ്ററേച്ചർ പരമായിട്ടുള്ളതാണ്. മെനി ലിറ്റററി വർക്ക്സ് വിച്ച് ഡിഫറെൻറ്റ് തീംസ് ഹെൽപ്പ് us in the റീകൺസ്ട്രക്ഷൻ ഓഫ് ഹിസ്റ്ററി. നമ്മുടെ ഹിസ്റ്ററിയെ തന്നെ റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്ന അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ലിറ്റററി വർക്ക്സ് അല്ലെങ്കിൽ ലിറ്റററി സോഴ്സസ് എന്ന് പറയുന്നത്. ഇവിടെ കോകില സന്ദേശത്തിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ. Read the idea of the sloga about Kozhikode in the Sanskrit word Kogila Sandesham written by ഉദാന്ത ശാസ്ത്രി ഇൻ ദ 15th century. അപ്പോൾ 15th centuryയിൽ ഉദണ്ഡ ശാസ്ത്രികൾ രചിച്ചിട്ടുള്ള ഗോകുല സന്ദേശത്തിൽ സംസ്കൃത സന്ദേശ കാവ്യമാണ്. ഇതിൽ കോഴിക്കോടിനെ കുറിച്ച് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഇവിടെ എന്താണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സംഘം ലിറ്ററേച്ചർ ഇൻ തമിഴ് ത്രോസ് ലൈറ്റ് ഓൺ ദ ആൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് കേരള. പതിറ്റുപത്ത്, പുറനാനൂര്, അകനാനൂര്, കുറുന്തൊക്കെ, നറ്റിനെ are the major literary works belonging to the സംഘം പീരിയഡ്. കേരളത്തിൻ്റെ ആൻഷ്യൻ്റ് ഹിസ്റ്ററിയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഏറ്റവും വലിയ ഒരു സോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ തമിഴകത്തിൻ്റെ സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളതാണ് ഈ പതിറ്റുപത്ത്, പുറനാനൂര്, അകനാനൂര്, അതുപോലെ തന്നെ കുറുന്തൊക്കെ, നറ്റിനെ തുടങ്ങിയ സംഘകൃതികൾ.
Then, like the several literary pieces written in different languages during various periods in history are available. എന്താണ് ഇതുപോലെ തന്നെ വിവിധ ലാംഗ്വേജുകളിൽ വിവിധ പീരീഡിൽ വിവിധ കാലഘട്ടത്തിൽ രചിച്ച ഒരുപാട് സാഹിത്യം കൃതികൾ നമുക്ക് ലഭ്യമാണ്. ദീസ് വർക്ക്സ് ഹെൽപ്പ് us to understand the history of period in which they were written. അപ്പോൾ ഈ കൃതികളൊക്കെ റിട്ടൺ ചെയ്തിട്ടുള്ള കാലഘട്ടത്തിലെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഫോർ എക്സാമ്പിൾ, ദ മണിപ്രവാള ലിറ്ററേച്ചർ വർക്ക്സ് റിട്ടൺ ഡ്യൂറിംഗ് ദ 12th century and the 15th century provide us information on the നടുവഴി സിസ്റ്റം ആൻഡ് കൾച്ചർ ഓഫ് ദോസ് ടൈംസ്. അപ്പോൾ ഉദാഹരണത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ 12-15 നൂറ്റാണ്ടുകളിലൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളതാണ് മണിപ്രവാള കൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലെ നാടുവാഴി സിസ്റ്റത്തെ കുറിച്ചിട്ടും അന്നത്തെ കൾച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ദ വടക്കംപാട്ടുകൾ ഓഫ് മലബാർ ത്രോ ലൈറ്റ് ഓൺ ദ ലീവ്സ് ഓഫ് കോമൺ പീപ്പിൾ ഓഫ് ദ മിഡീവൽ പീരീഡ്. അതുപോലെ തന്നെ വടക്കം പാട്ടുകൾ, മലബാറിൽ നിന്നുള്ള വടക്കം പാട്ടുകളിൽ ആ മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇന്ദുലേഖ റിട്ടൺ ബൈ ചന്തു മേനോൻ ഇൻ 19th century ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് മലബാർ. അതുപോലെ തന്നെ 19ാം നൂറ്റാണ്ടിൽ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ എന്ന് പറയുന്നത് എന്താണ്, മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കാനും സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ട്രാവലോഗ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ട്രാവലോഗ്സ് എത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പേർഷ്യൻ ട്രാവലർ ആയിട്ടുള്ള അബ്ദുൾ റസാഖിൻ്റെ ഒരു ട്രാവലോഗിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കൂട്ടുകാർ വായിക്കാം. അതിനുശേഷം ദിസ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് കോഴിക്കോട് പോർട്ട് ബൈ അബ്ദുൾ റസാഖ്, എ പേർഷ്യൻ ട്രാവലർ ഹു കെയിം ടു കോഴിക്കോട് ഇൻ 15th century. വാട്ട് ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദീസ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ എന്താണ്, 15ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് വന്നിട്ടുള്ള അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ഒരു പേർഷ്യൻ സഞ്ചാരിയുടെ ട്രാവലോഗാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും മെർച്ചന്റ് ഷിപ്പ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് കെയിം ഹിയർ വിത്ത് എ ബ്രിഷ്യസ് ഗുഡ്സ് ആൻഡ് സോൾഡ് ദം ഈസിലി. ദ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാർക്കറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് ദ കീ. 1/14 ഓഫ് ദ ഗുഡ്സ് ബ്രോട്ട് ടു ദ മാർക്കറ്റ് ഷുഡ് ബി പെയ്ഡ് ടാക്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ട്രാവലോഗ്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി. അപ്പോൾ ലോക്കൽ ഹിസ്റ്ററിയിൽ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉള്ള ഒന്ന് തന്നെയാണ് ട്രാവലോഗ്സ് എന്ന് പറയുന്നത്. ട്രാവലോഗ്സ് ക്യാൻ പ്രൊവൈഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഓഫ് സ്പെഷ്യൽ പ്ലേസസ്, ഇവൻറ്റ്സ് ആൻഡ് കൾച്ചർ. അപ്പോൾ ട്രാവലോഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണല്ലേ, ഒരു സ്പെഷ്യൽ പ്ലേസിനെ കുറിച്ചോ ഇവൻറ്റ്സിനെ കുറിച്ചോ കൾച്ചറെ കുറിച്ചിട്ടുള്ളൊക്കെ ഒരാൾ തന്നെ എഴുതുന്ന അയാളുടെ അനുഭവങ്ങളാണ് ട്രാവലോഗ്സ് എന്ന് പറയുന്നത്. ദിസ് ത്രോസ് ലൈറ്റ് ഓൺ ദ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് എ റീജിയൻ. ഒരു പ്രദേശത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനും സാധിക്കും. ദെൻ സം ഫോറിൻ ട്രാവലേഴ്സ് ഹു മെൻഷൻ അബൌട്ട് കേരള. അപ്പം കേരളത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് ട്രാവൽ ലോഗ്സിന് അതുപോലെ തന്നെ എന്താ പറയുക ആരൊക്കെയാണ് ട്രാവലറുടെയും പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ്, മെഗസ്തനിസ് ഗ്രീസുകാരാണ്, സുലൈമാൻ അബ്ദുൾ റസാഖ് എന്നുള്ളത് പേർഷ്യക്കാരാണ്, മാർക്കോ പോളോ വെനീസാണ്, ഇബിൻ ബത്തൂത്ത മൊറോക്കോയാണ്, നിക്കോളോ കോണ്ടി വെനീസാണ്, മാഹോൻ ചൈനയാണ്, ബാർബോസ എന്നുള്ളത് പോർച്ചുഗലാണ്. Find travel literature from the school library and read the sections related to Kerala and organize a class discussion. അപ്പോൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്നും ഇത്തരത്തിലുള്ള ട്രാവലോഗ്സ് ഉള്ള ലിറ്ററേച്ചറും കാര്യങ്ങളൊക്കെ എടുത്ത് വായിച്ച് മനസ്സിലാക്കി ഒരു പാനൽ ഡിസ്കഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ബയോഗ്രഫീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മോസ്റ്റ് ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ബയോഗ്രഫീസ് ആർ ലിറ്റററി സോഴ്സ് ദാറ്റ് കുഡ് ബി യൂസ്ഡ് ഫോർ ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി. ഒരു ഹിസ്റ്ററി എഴുതണമെങ്കിൽ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയുമാണ്. ഇവിടെ താഴെ തന്നിട്ടുണ്ട് നമ്മുടെ തകഴിയുടെ ആത്മകഥ തന്നിട്ടുണ്ട്. അത് കൂട്ടുകാർ വായിച്ചു നോക്കുക. ഓക്കെ, ദെൻ അടുത്തത് ന്യൂസ് പേപ്പേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വി ഡിപ്പെൻഡ് ഓൺ ന്യൂസ് പേപ്പേഴ്സ്, വിഷ്വൽ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ ടു നോ ദ ഡേ ടു ഡേ ഇവൻറ്റ്സ്. എന്താണ്, ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്, ഇന്ന് ന്യൂസ് പേപ്പേഴ്സിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെയും ഒക്കെയാണ് അല്ലേ. ദീസ് ന്യൂസ് പേപ്പേഴ്സ് വുഡ് എവൻച്വലി ബിക്കം ദ മെയിൻ മീൻസ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്ററി.
അപ്പം ഹിസ്റ്ററി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഏറ്റവും പറ്റുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ തന്നെയാണ്. ന്യൂസ് പേപ്പേഴ്സ് ഓഫ് ദ പീരീഡ് ആർ ദ മെയിൻ സോഴ്സ് യൂസ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ഓഫ് ഹിസ്റ്ററി ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ഓഫ് എ ഫോറിൻ റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു ഫോറിൻ റൂളിൻ്റെ ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ഹിസ്റ്ററി സ്റ്റുഡൻസൊക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പേഴ്സാണ്. ന്യൂസ് പേപ്പേഴ്സ് ഓൾസോ ഹെൽപ്പ് us to know about all aspect of the political, social and economic history of Kerala. അപ്പോൾ കേരളത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടും അതുപോലെ സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടുള്ള ഹിസ്റ്ററിയൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്താണ് ന്യൂസ് പേപ്പർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രിപ്പയർ എ മാഗസിൻ കളക്ടിങ് ന്യൂസ് ദാറ്റ് കെയിം ഇൻ ദ ന്യൂസ് പേപ്പർ ഓൺ യുവർ ലൊക്കാലിറ്റി ആൻഡ് ദ ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻ ദർ. നിങ്ങളുടെ പ്രദേശത്ത് ഇപ്പോൾ അടുത്ത് നടന്ന എന്തെങ്കിലും സംഭവങ്ങളെ കുറിച്ചിട്ട് പത്രത്തിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ശേഖരിച്ച് ഒരു പതിപ്പ് പോലെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ടുവേർഡ്സ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി എന്നാണ്. അടുത്തത് എന്താണ്, നമ്മൾ ലോക്കൽ ഹിസ്റ്ററിയുടെ ചരിത്രം എഴുതാൻ വേണ്ടി പോവുകയാണ്. ലോക്കൽ ഹിസ്റ്ററി ഈസ് എ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് ഇവൻറ്റ്സ് ഇൻ എ സ്പെസിഫിക് ജോഗ്രഫിക്കലി സ്മോൾ ഏരിയ. ഒരു നിശ്ചിത ഒരു ചെറിയ പ്രദേശത്തിൻ്റെ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. The historical resources that we could familiarize with till now are significantly helpful for writing mainstream history. അപ്പോൾ എന്താണ് നാം ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്താണ്, ചരിത്രത്തിൻ്റെ സോഴ്സുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം സഹായകമാകുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ലെറ്റ്സ് ഫെമിലിയറൈസ് വിത്ത് certain sources that help us to writing local history. ഇനി ലോക്കൽ ഹിസ്റ്ററി എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സോഴ്സസുകൾ എന്തൊക്കെയാണ്? ഒബ്സർവേഷൻ ഓഫ് ദ ലൊക്കാലിറ്റി, ആ പ്രദേശത്തിൻ്റെ ഒബ്സർവേഷൻ, അതുപോലെ തന്നെ മെമ്മറീസ് അല്ലേ, ഓറൽ ട്രഡീഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് പരാമർശിക്കാം. പ്ലേസസ് നെയിം, ഫാമിലി ഹിസ്റ്ററി, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, മോർട്ടേജ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡീഡ്സ്, ലോക്കൽ നോളജ് റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, സോങ്സ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലോക്കൽ ഹിസ്റ്ററി സോഴ്സസ് എന്ന് പറയുന്നത്. ഇതിൽ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ലോക്കൽ ഒബ്സർവേഷൻ ആണ്. ലോക്കൽ ഒബ്സർവേഷൻ ഈസ് എ മിനി സ്റ്റഡി ഓഫ് എ ജോഗ്രഫിക്കലി ലിമിറ്റഡ് ഏരിയ ഓർ എൻ ഇവൻറ്റ്. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ സംഭവത്തിനെയോ അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ഒരു ലിമിറ്റഡ് ഏരിയയിൽ നടന്നിട്ടുള്ള ഒരു ഇവൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒന്നിനെയാണ് നമ്മൾ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. Observing the locality help us to know the minute details of that region. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ എന്താണ് ഒരു സൂക്ഷ്മമായിട്ടുള്ള വശങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. It is essential to conduct a local visit and observation to understand the diversities of area where a local community existed, its geographical features, directions, flora and fauna, വാട്ടർഷെഡ്സ് ആൻഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ്. അപ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒബ്സർവേഷൻസും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? അവിടുത്തെ ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ആർട്ട്, എൻ്റർടൈൻമെൻറ്റ്, ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒബ്സർവ് ദ ലൊക്കാലിറ്റി വേർ യു ലീവ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഈ ടേബിൾ അനുസരിച്ച് നിങ്ങളുടെ ലൊക്കാലിറ്റിയുടെ ഒരു ഹിസ്റ്ററി നിങ്ങളൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ മെമ്മറീസ് ആണ്. ഓറൽ ഹിസ്റ്ററിയാണ് പറയുന്നത്, വാമൊഴികൾ എന്ന് പറയും. Oral history is the memories collected from a generation that has directed എക്സ്പീരിയൻസസ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും ഒരു ജനറേഷൻ സ്വീകരിക്കുന്ന മൊഴികളെയാണ്, മെമ്മറീസിനെയാണ് നമ്മൾ ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. കളക്ടിങ് ദ മെമ്മറീസ് ഓഫ് ദ എൽഡേഴ്സ് ഓഫ് ദ പ്ലേസ് ചോസൺ ഫോർ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് നിന്നുള്ള ഏറ്റവും എൽഡർ മെമ്പേഴ്സിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ളതൊക്കെ കളക്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് ഓറൽ ഡിസ്ക്രിപ്ഷൻസ് ടു കളക്ട് ഇൻഫർമേഷൻ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗ് ആൻഡ് ഫുഡ് കൾച്ചർ ഓഫ് എ ലൊക്കാലിറ്റി, ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് ദാറ്റ് പ്ലേസ്. അപ്പോൾ ആ പ്ലേസിലുള്ള എന്തൊക്കെയാണ് നമുക്കറിയാൻ പറ്റുക? അവിടെയുള്ള ഡ്രസ്സിങ്, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഓറൽ ഹിസ്റ്ററി കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദ മെമ്മറീസ് ഓഫ് ഡിഫറെൻറ്റ് പേഴ്സൺസ് ഓഫ് ദീസ് മാറ്റേഴ്സ് വിൽ ഹെൽപ്പ് ഇൻ റീകൺസ്ട്രക്ഷൻ ഹിസ്റ്ററി. അപ്പോൾ എന്താണ് റീകൺസ്ട്രക്ഷൻ ഹിസ്റ്ററി ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിൽ നിന്നുള്ള ഈ ഒരു മെമ്മറീസ് കളക്ട് ചെയ്യൽ എന്ന് പറയുന്നത്. ദീസ് മെമ്മറീസ് ഹെൽപ്പ് us to analyze the
practices that existed in the society, that the changes that were effected in due courses. It is essential to verify the oral information collected with other sources to ensure credibility. അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന അവിടുത്തെ സിസ്റ്റത്തെക്കുറിച്ചിട്ടും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനും ഈ ഒരു മെമ്മറീസിലൂടെ നമുക്ക് പറ്റും. മാത്രമല്ല ഇതെന്ന് പറയുന്നത് മറ്റുള്ള സോഴ്സുകളെ പോലെ തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്നത് തന്നെയാണ് ഈ ഒരു വാമൊഴി അല്ലെങ്കിൽ ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി ഇവിടെ പ്രിപ്പയർ ദ ടേബിൾ ഓൺ റീജിയണൽ ഡാറ്റ ആഫ്റ്റർ കൺസൾട്ടിങ് ദ എൽഡർ ഇൻ യുവർ ഫാമിലി ഓർ ലൊക്കാലിറ്റി. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും മുതിർന്നവരോടുമായി ചോദിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അടുത്തത് പ്ലേസ് നെയിംസ് ആണ്. ഓക്കെ, ഹൗ ഡിഡ് യു ലൊക്കാലിറ്റി ഗെറ്റ് ഇറ്റ്സ് നെയിം? നിങ്ങളുടെ പ്രദേശത്തിന് എങ്ങനെയാണ് ഈ ഒരു പേര് കിട്ടിയത് നിങ്ങൾ ചിന്തിച്ച് നോക്കാറുണ്ടോ? ഹൗ ഡിഡ് കോഴിക്കോട് ഗെറ്റ്സ് നെയിം? കോഴിക്കോടിന് എങ്ങനെയാണ് ഈ പേര് കിട്ടിയത്? ദ ഓൾഡ് നെയിം വാസ് കോയിക്കോട്ട, വിച്ച് വാസ് ദ കോമ്പിനേഷൻ ഓഫ് ടു നെയിംസ് കോയിൽ ആൻഡ് കോട്ട. എന്താണ് അപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നത് പണ്ട് കോയിൽക്കോട്ട എന്നായിരുന്നു. കോയിൽ എന്ന് പറഞ്ഞാൽ പാലസ് എന്നും കോട്ട എന്ന് പറഞ്ഞാൽ രണ്ട് വേർഡ്സും കൂടെ ചേർന്നതാണ് കോയിൽക്കോട്ട എന്ന് പറയുന്നത്. ദ നെയിം കോയിൽക്കോട്ട മീൻസ് എ പാലസ് പ്രൊട്ടക്റ്റഡ് വിത്ത് എ ഫോർട്ട്. ഹിസ്റ്ററിയൻസ് സേ ദാറ്റ് ഹിസ് വാസ് ലേറ്റർ ചേഞ്ചസ് ടു കോഴിക്കോട്. അപ്പോൾ എന്താണ് പണ്ട് കോയിൽക്കോട്ട എന്ന് പറഞ്ഞാൽ കോട്ട കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം എന്നാണ് അർത്ഥമുണ്ടായിരുന്നത്. പിന്നീടാണ് ഹിസ്റ്റോറിയൻസ് എന്ത് ചെയ്തത്, ഇതിനെ കോഴിക്കോട് എന്നാക്കി മാറ്റിയത്. ലുക്ക് അറ്റ് ദ നെയിംസ് ഓഫ് പ്ലേസസ് ലൈക്ക് തൃശ്ശൂർ, കണ്ണൂർ, തലശ്ശേരി ആൻഡ് തങ്കശ്ശേരി. വി ക്യാൻ ഫൈൻഡ് നെയിംസ് ഓഫ് പ്ലേസസ് എൻഡിങ് വിത്ത് or Cheri across Kerala. Geographical features also play a major role in the formation of name of places. അപ്പോൾ എന്താണ് നമുക്കറിയാം, തൃശ്ശൂർ, കണ്ണൂർ, തലശ്ശേരി, തങ്കശ്ശേരി എന്നൊക്കെ പറയുന്നത് എന്താണ്, ഏരി എന്നുള്ളതാണ് അല്ലേ. ചേരി എന്നുള്ളത് കൂടുതലാണ്, അതുപോലെ തന്നെ ഊരി എന്നുള്ളതും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പേരുകളാണ് കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ഓരോ സ്ഥലത്തിൻ്റെ പേരും അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. Then search the way in which your locality got its name. Prepare notes and add the sum to school wiki. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തിന് എങ്ങനെയാണ് ഈ പേര് വന്നത് എന്ന് കളക്ട് ചെയ്തിട്ട് സ്കൂൾ വിക്കിയിൽ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഓൺ ഫാമിലി ഹിസ്റ്ററി നമ്മൾ നോക്കണം. The history of family is an important literary sources in local history writing. അപ്പോൾ ഒരു ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് എന്താണ് ഹിസ്റ്ററി ഓഫ് ഫാമിലീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ലോക്കൽ ഹിസ്റ്റോറിയൻ ടു കളക്ട് ഇൻഫർമേഷൻ ഓൺ ദ ഇൻ്റർവെൻഷൻസ് ഓർ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ടു ദ ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ് ഓഫ് എ വില്ലേജ് ഓർ എ റീജിയൻ ആഫ്റ്റർ എൻഷുറിങ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ ഇൻഫർമേഷൻ. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ അതെന്താണ്, ആ ഗ്രാമത്തിൻ്റെയോ അവിടുത്തെ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ ആ വ്യക്തികൾ നടത്തിയ ഇൻ്റർവെൻഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടും നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് ആരുടെ കടമയാണ്, അത് ആ ഒരു ചരിത്രം അന്വേഷിക്കുന്ന ആ ഒരാളുടെ കടമയാണ്. നെക്സ്റ്റ് വൺ ഒഫീഷ്യൽ ഡോക്യുമെൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ദ സാൾട്ട് ലോ ബ്രീച്ച്ഡ്, ഉപ്പ് നിയമം ലംഘിക്കുന്ന ആ ഒരു അതിൻ്റെ രേഖ, അതിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദിസ് ഡോക്യുമെൻറ്റ് കെപ്റ്റ് ഇൻ ദ തമിഴ്നാടു ആർക്കൈവ്സ് ത്രൂസ് ലൈറ്റ് ഓൺ ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് കേരള. അപ്പോൾ കേരളത്തിലെ ഈ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ഡോക്യുമെൻറ്റ്സ് തമിഴ്നാട്ടിലെ ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദ ഫോളോയിങ് ആർ ദ മേജർ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത്? സെൻസർ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഗസറ്റ് ഡോക്യുമെൻറ്റ്സ്, കോഡ് ഡോക്യുമെൻറ്റ്സ്, സർവേ റിപ്പോർട്ട്, ടാക്സ് ഡോക്യുമെൻറ്റ്സ്, പോലീസ് റിപ്പോർട്ട്, ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. It is through court documents that we can understand the details of the struggles and riots against the British colonization. അപ്പോൾ ബ്രിട്ടീഷ് കൊളോണൈസേഷനിൽ എതിരെ നടന്നിട്ടുള്ള സമരങ്ങൾ, കലാപങ്ങൾ തുടങ്ങിയവയുടെ വിശദ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള കോർട്ട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കോർട്ട് ഡോക്യുമെൻസിലൂടെയാണ്. We rely on census reports of understand the population and the different sections of people
ഓഫ് ദ പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ റീജിയൻ. അതുമാത്രമല്ല സെൻസസ് ഡോക്യുമെന്റേഷനിലൂടെ നമുക്ക് ആ പ്രദേശത്തുണ്ടായിരുന്ന ജനസംഖ്യയെ കുറിച്ചിട്ടും ജനവിഭാഗങ്ങളെ കുറിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ മോർട്ട്ഗേജ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ്. പണയം വെച്ചിട്ടുള്ള രേഖകൾ ആധാരങ്ങളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. മറ്റൊന്ന് ലോക്കൽ നോളജ് ആൻഡ് സോങ്സ് റീറ്റ്സ് ആൻഡ് റിച്വൽസ് ആർട്ട് ഫോംസ് എന്നുള്ളതാണ്. എന്താണ് ലോക്കൽ knowledge, songs, rites and rituals are the sources that are helpful writing local history. Songs that refer to the trade in local markets and the trading centers refer to the specialities of the area. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ എന്താ പറയുക അവിടുത്തെ പാട്ടുകളെ കുറിച്ചിട്ടും ആചാരങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റ്സിനെ കുറിച്ചിട്ടും ചന്തകളെ കുറിച്ചിട്ടും ഒക്കെ അവിടുത്തെ ട്രേഡ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. Okay, the local history is the writing of history using sources like a memory, songs, proverbs, stories, folk commentaries, notices and invitations. In adding to archaeological documents and historical monuments, the overall lifestyle of the region and day-to-day life are referred to in the local history. It is a direct reflection of the society with which each of us is connected. We can write local history using the above mentioned sources. അപ്പോൾ നമ്മൾ പറഞ്ഞു പുരാരേഖകളും അതുപോലെ തന്നെ ഹിസ്റ്ററി ആയിട്ടുള്ള മോണിമെന്റ്സും അതിന് പുറമെ ഇത്തരത്തിലുള്ള പാട്ടുകൾ, പ്രോവർബ്സ്, കഥകൾ, നാട്ടുവ്യാഖ്യാനങ്ങൾ, നോട്ടീസസ്, ഇൻവിറ്റേഷൻസ്, ഇതെല്ലാം എന്താണ് ഇതിനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സോഴ്സ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഒരു പ്രദേശത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ജീവിതശൈലിയും അവിടുത്തെ ദൈനംദിന ജീവിതവും പ്രാദേശിക ചരിത്രത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. നാം ഓരോരുത്തരും ബന്ധപ്പെട്ട് കിടക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രീകരണമാണ് അവിടുത്തെ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് നല്ലൊരു ലോക്കൽ ഹിസ്റ്ററി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇന്ന് ലോക്കൽ ഹിസ്റ്ററി എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, അവിടുത്തെ ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് നമ്മൾ നോക്കണം. ദ അക്യുറേറ്റ് ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആൻഡ് നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് എ പ്ലേസ് ഷുഡ് ബി ദർ ഇൻ ദ ഹിസ്റ്ററി റൈറ്റിംഗ് വെൻ ഇറ്റ് ഈസ് സെലക്റ്റഡ് ഫോർ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. അപ്പോൾ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ചരിത്രം എഴുതുമ്പോൾ അവിടുത്തെ എന്ത് ചെയ്യണം? അവിടുത്തെ കൃത്യമായിട്ടുള്ള ഭൂമിശാസ്ത്രമായിട്ടുള്ള അവിടുത്തെ ബൗണ്ടറീസ്, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അടുത്തത് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആണ്. There should be reference to the palace of a habitation, megalithic stone inscriptions, forts, places of worship and the likes. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സിലും ഇൻക്ലൂഡ് ചെയ്യിക്കണം. നെക്സ്റ്റ് വൺ, occupation means of living ആണ്. There should be indications about the main crop that is cultivated in the area, handicraft, trade centers, health and medical services. ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം. നെക്സ്റ്റ് വൺ, സർവൈവൽ മോഡ്സ് ആണ്. Analyzing of a standing issues such as torrential rains, drought, epidemics, eviction and പോവർട്ടി ഷുഡ് ബി ഇൻക്ലൂഡഡ്. ആ പ്രദേശത്തുള്ള ഇത്തരത്തിലുള്ള പോവർട്ടി, അതുപോലെ തന്നെ എന്തെങ്കിലും എപ്പിഡമിക്സ് ഉണ്ടെങ്കിൽ അത്, അവിടുത്തെ കുടിയിറക്കൽ, പകർച്ചവ്യാധികൾ, പേമാരി, ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഡീറ്റെയിൽസ് റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ, വുമൻസ് എഡ്യൂക്കേഷൻ, ലൈബ്രറീസ് എക്സെട്ര ഓഫ് ദ ഏരിയ ഷുഡ് ബി ഡിസ്കസ്ഡ്. അത് മാത്രമല്ല അവിടെയുള്ള എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും സ്ത്രീകളുടെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും വായനശാലകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. ലാൻഡ് റിലേഷൻസ്, അതുപോലെ തന്നെ പാട്രിയോട്ടിസം, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ബിബിലോഗ്രഫി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അടുത്തത് ലോക്കൽ ഹിസ്റ്ററി റൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഒന്ന്, ടൈറ്റിൽ വേണം, അതുപോലെ തന്നെ കണ്ടന്റ്, ഡിക്ലറേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കണം, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അക്നോളജ്മെൻറ്റ്, ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റേഴ്സ്, കൺക്ലൂഷൻ, റെഫറൻസ്, അപ്പൻഡൈസസ്, പിപ്പിലോഗ്രഫി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് ഹെൽപ്പ് us to retrieving our lost culture, finding the changes that continuously happen in life, formulating wise to future plans and sharing the future generations. A detailed information of the history of the palace are the aims of writing local history. അപ്പോൾ നമ്മൾ ലോക്കൽ ഹിസ്റ്ററി എഴുതുമ്പോൾ എന്താണ്? അവിടുത്തെ സംസ്കാരത്തിൻ്റെ ഒരു വീണ്ടെടുക്കൽ കൂടിയാണ്, അവിടുത്തെ ഓർമ്മകളെയാണ് നമ്മൾ
വീണ്ടും റീകോൾ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ടും അവിടെ ഭാവിയിലേക്കുള്ള വഴികളെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ ഒരു തലമുറയ്ക്ക് അവിടുത്തെ ഹിസ്റ്ററി നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാനും ഇതിലൂടെ സാധിക്കും. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇതിൽ എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് ആണ്, കൂട്ടുകാർ ചെയ്ത് നോക്കുക. ഈ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.